പണ്ടൊക്കെ കേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്തോ സംഭവം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് നമ്മുടെ ഒന്നും കയ്യിൽ കാശൊന്നും അധികം ഉണ്ടാവില്ല. ബേക്കറിയിൽ മാത്രം കിട്ടുന്ന ഒരു ഐറ്റം നമുക്ക് വീടുകളിലൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നൊന്നും അന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. വലിയ എന്തോ സംഭവം എന്നൊക്കെ വിചാരിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കേക്ക്. ഇന്നിപ്പം വീടുകളിൽ ഇത് ഉണ്ടാക്കാത്തവരാരും ഇല്ല അല്ലേ. സിമ്പിളായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നത്. എന്നാൽ പോലും ചിലർക്കൊക്കെ ഇപ്പോഴും ഭയങ്കര പേടിയാണ് കേട്ടോ. അതിൻ്റെ മെഷർമെൻറ്റൊക്കെ തെറ്റിപ്പോയാലോ, നമ്മൾ വീട്ടിലുണ്ടാക്കിയ ശരിയായില്ലെങ്കിലോ സാധനങ്ങളൊക്കെ വേസ്റ്റ് ആവില്ലേന്ന്. ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്നത് തന്നെയാണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഇതേ മുട്ടയൊന്നും ചേർക്കാതെ തന്നെയാണ് മിക്കപ്പോഴും ഉണ്ടാക്കാറ്. പിന്നെ മെഷർമെൻറ്റൊക്കെ കൃത്യം എന്നല്ലെങ്കിൽ പോലും അങ്ങനെ ഭയങ്കരമായിട്ട് അളന്ന് തൂക്കി മുറിച്ച് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇവിടെ ഇപ്പം ഞാൻ 2 മാങ്ങ എടുത്ത് പൾപ്പാക്കി വെച്ചിട്ടുണ്ടേ. ഇനിയിപ്പോൾ ഇത് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. മാങ്ങ നല്ല മധുരമുള്ളത് കൊണ്ട് 1 കപ്പ് പഞ്ചസാര എടുത്തത്. അല്ലെങ്കിൽ ഒരു 1.25 കപ്പെങ്കിലും എടുക്കണം. കാരണം ഞാൻ 2 കപ്പ് മൈദക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതേപോലെ 1 കപ്പ് പാൽപ്പാടയാണ് കേട്ടോ ഞാൻ എടുത്തത്. കാരണം ഞാൻ എണ്ണ ചേർക്കുന്നില്ല, പകരം പാൽപ്പാട ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സിയിൽ അടിച്ച് വെച്ചു. നമ്മുടെ മാങ്ങയും മിക്സിയിൽ അടിച്ച് വെച്ചു. ഇനിയിപ്പോൾ ഇത് 2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ മൈദ നന്നായിട്ട് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 2-3 തവണയൊക്കെ അരിച്ചെടുത്താൽ നല്ലതായിരിക്കും എന്ന് പറയും. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാറേ ഉള്ളൂ. എൻ്റെ കേക്ക് എപ്പോഴും നന്നായിട്ട് തന്നെ വരാറുണ്ട്. പിന്നെ ഇത് ഒരു 7 ഇഞ്ചിൻ്റെ ടിന്നും, പിന്നെ ഞാനിതൊരു ചെറിയൊരു 5 ഇഞ്ചിൻ്റെ ടിന്നും കൂടെ എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ കുറച്ചധികം കേക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അത് ഞാൻ ലൈൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ പാൽപ്പാടി പഞ്ചസാരയും കൂടെ അടിച്ചതും പിന്നെ നമ്മുടെ 2 മാങ്ങയും കൂടെ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇതേ മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ട് കിടക്കുന്നുണ്ട് ഇവിടെ. കുഴപ്പമൊന്നുമില്ല, അത് അവിടെ ഇരുന്നോട്ടെ. ഞാനത് മാറ്റാനൊന്നും പോകുന്നില്ല, അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിലേക്ക് നമ്മൾ അരിച്ച് വെച്ച മൈദ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ അരി ചേർത്ത് കൊടുക്കുക. ഈ കുറേശ്ശെ അരി ചേർത്ത് കൊടുക്കുന്ന വേറൊന്നുമല്ല, ഒരുമിച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ മൈദ കട്ട കെട്ടിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മുടെ മൈദ 2-3 ബാച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 ബാച്ച് ഇട്ടപ്പോഴേക്കും നമ്മുടെ ബാറ്റർ ഇത്തിരി തിക്കാണ്. അപ്പോൾ ഇനി ഒരു ബാച്ചും കൂടി ഇടുമ്പോൾ നല്ലോണം തിക്കാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാൽ, 2-3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ബാക്കി പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. പിന്നെ മാങ്ങ ഒരുപാടൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ബാറ്റർ ലൂസ് ആവാൻ പാടില്ല. കുറച്ച് തിക്കായിട്ട് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇല്ലെങ്കിൽ നടുഭാഗം വേവാത്ത പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു തിക്നെസ് എന്തായാലും വേണം കേട്ടോ. പിന്നെ അത് ഞാനത് ഉണ്ടാക്കിയത് നമ്മുടെ ലൈന് വലിയ നമ്മുടെ ബേക്കിംഗ് ഡിഷിലേക്ക് മാറ്റി. അത് ഞാൻ അടുപ്പിലാണ് കേട്ടോ വെക്കുന്നത്, സ്റ്റൗ ടോപ്പിൽ. ഞാൻ ഓവൻ സെറ്റപ്പ് എപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഏകദേശം ഒരു പകുതി അളവേ നമ്മൾ എപ്പോഴും ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ പകുതി അളവ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ലെവലൊക്കെ ചെയ്ത് കൊടുത്തു. കുറച്ച് തിക്കായതുകൊണ്ടാണ് ഇങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ട് ലെവൽ ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ 2 തട്ട് തട്ടുമ്പോൾ തന്നെ അത് ലെവലായി വന്നോളൂ കേട്ടോ. പിന്നെ ഇത് എൻ്റെ ഓവൻ സെറ്റപ്പ് ഇതാണ് കേട്ടോ. കുറച്ച് പൂഴി ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല ചൂടായി കിട്ടാനാണ്. ഓവൻ്റെ അതേ ഒരു ഇത് നമുക്ക് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പൂഴി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഉപ്പ് ഇടുന്നവർക്ക് അങ്ങനെ ഇടാം. ഇനി അതൊന്നും ഇല്ലെങ്കിലും വെറും റിങ് മാത്രം ഇട്ടിട്ട് നമുക്ക് അതിനകത്തോട്ടൊക്കെ ഇറക്കി വെക്കാം. ഏറ്റവും ചെറിയ തീയിൽ ഒരു 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ബാക്കിയുള്ളത് ചെറിയ ഇതിനകത്തേക്ക് ടിന്നിലേക്ക് മാറ്റി ഓവനിൽ വെച്ച് ഒരു 12 മിനിറ്റാണ് കേട്ടോ. 180 ഡിഗ്രി സെൽഷ്യസിൽ ആദ്യം 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിരുന്നു. പിന്നെ 12 മിനിറ്റ് വെച്ചത് നമുക്ക് പെട്ടെന്നായി കിട്ടുമല്ലോ. മറ്റേതൊരു 45 മിനിറ്റുമാണ് അടുപ്പിലുള്ളത്. അപ്പോൾ അത് വേഗത്തിലായിട്ടുണ്ട്. പിന്നെ മോന് ഈ കേക്കിൻ്റെ ഒരു ഭ്രാന്തുള്ളതുകൊണ്ടാണ് അവൻ വന്ന ഉടനെ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ അത് മാത്രം ഇപ്പം മുറിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കിത് നമ്മുടെ ഒരു 45 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കേക്കും റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ എത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കിയല്ലേ. മെഷർമെൻറ്റ് അങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെ എടുക്കുക, അങ്ങനെ മൈദ എടുക്കുമ്പോൾ തട്ടിയിട്ട് എടുക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ന്യൂ കമേഴ്സിനെ പേടിപ്പിക്കുന്ന കുറേ യൂട്യൂബേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് പേടിക്കാനൊന്നുമില്ല. ഒരിത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും അളവുകളൊക്കെ ഒന്ന് മാറിപ്പോയെന്ന് വെച്ച് കേക്കിനൊന്നും സംഭവിക്കില്ല. ഞാനൊരു 10-13 വർഷമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വരെയും എൻ്റെ കേക്ക് ഫ്ലോപ്പായി പോയിട്ടില്ല കേട്ടോ. പകരം ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടം അല്ലെങ്കിൽ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മുറിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എത്രത്തോളം അത് സോഫ്റ്റ്. ഞാൻ ഒരു കൈ വെച്ചിട്ടാണ് കേട്ടോ, കാരണം ഒരു കൈയിലാണ് ക്യാമറ. അപ്പോൾ എത്രത്തോളം സോഫ്റ്റായിട്ട് അത് വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണുന്നുണ്ടല്ലോ. അങ്ങനെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം പുതിയതായിട്ട് ഉണ്ടാക്കാൻ ഇപ്പോഴും മടിച്ചിരിക്കുന്നവരോട് പറയുകയാണ്, കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് അത്ര വലിയ കിട്ടാക്കനി അല്ലെങ്കിൽ അത്ര വലിയ പണിയൊന്നുമല്ല കേട്ടോ. നമ്മൾ മെഷർമെൻറ്റ് ഏകദേശമൊക്കെ കറക്റ്റ് ആയിരിക്കണം. അല്ലാതെ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ആയിപ്പോയി എന്ന് വെച്ച് കേക്കിനൊന്നും സംഭവിക്കില്ല. ഇത് മുട്ട പോലും ചേർക്കാതെ കണ്ടോ ഉണ്ടാക്കിയത്, എത്രത്തോളം സ്പോഞ്ചിയാണെന്ന് നോക്കിയേ. അപ്പോൾ അത് അന്നത്തെ ദിവസം തന്നെ കഴിച്ചു കേട്ടോ. പിറ്റത്തെ ദിവസമാണ് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പം അതെ, ഞാൻ അടുപ്പിലുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ടിന്നിന്ന് മാറ്റി വെക്കണം. കാരണം ആ ടിന്നിൻ്റെ ചൂട് കൊണ്ട് പിന്നെയും കുറച്ചും കൂടി ആവും. അപ്പോൾ നമ്മൾ ടിന്നിന്ന് ഒന്ന് ആറിക്കഴിഞ്ഞാൽ മാറ്റി വെക്കണം. ഞാൻ പിന്നെ രാത്രിയായപ്പോൾ മാറ്റാനൊന്നും നിന്നില്ല കേട്ടോ.
അപ്പോൾ ഇതേ ബാക്കി നമ്മുടെ രണ്ടാമത്തെ ദിവസം ആണ് മുറിക്കുന്നത്. പിന്നെ ഒരു കാര്യം നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ പിറ്റത്തെ ദിവസം ഒരു ദിവസം വെച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് അറിയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, എന്തൊരു സ്പോഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നോക്കിയാൽ, മുട്ട പോലും ചേർക്കാണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ ഒരു നമ്മുടെ കേക്ക്. തൈരോ മുട്ടക്ക് പകരം ചിലർ തൈര് ചേർക്കും, ഞാൻ തൈര് പോലും ചേർത്തിട്ടില്ല. ആലോചിച്ച് നോക്കും, വെറും പഞ്ചസാരയും ബട്ടറും മാത്രമാണ് അടിച്ചിരിക്കുന്നത്. ബട്ടറല്ല, സോറി, പാൽപ്പാട. അപ്പോൾ എത്ര സിമ്പിളായിട്ട് നോക്കിയേ, അടിപൊളിയായിട്ട് സ്പോഞ്ച് പോലുള്ള നമ്മുടെ കേക്ക് ഇവിടെ നോക്കിയേ, അടിപൊളി ടേസ്റ്റ്. മാംഗോ കേക്ക് ആയതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം പുതിയ ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.